ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BPCC 103 സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റാണ്, പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് ഇതിനു മുമ്പ് നമ്മൾ BPCC 101, 102 എന്നീ എന്നീ പുസ്തകത്തിലെ പാഠങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോസിൻ്റെ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ വീഡിയോനെ കുറിച്ചിട്ട്, ഈ ക്ലാസ് എടുക്കുന്ന മെത്തേഡുകളെ കുറിച്ചിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ മൊത്തത്തിലുള്ള ആ പാഠം മുഴുവനായിട്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത്. അപ്പോൾ എല്ലാ പാഠങ്ങളുടെയും നമ്മുടെ ഈ സൈക്കോളജിയിലെ എല്ലാ പുസ്തകങ്ങളുടെ ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുകൂടി വിശദീകരിക്കുന്ന തരത്തിൽ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നൽകിയാലേ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ BA സൈക്കോളജി ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ചാനലിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്തൊക്കെയാണ്, അതുപോലെ പേഴ്സണാലിറ്റി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് തിയറികൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അപ്പോൾ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്? ആ പദം കേട്ടാൽ തന്നെ നമുക്കറിയാം, ഓരോ ആളുകളുടെയും ഇൻട്രസ്റ്റുകൾ, അതുപോലെ ഓരോ ആളുകളുടെയും താല്പര്യങ്ങൾ, ഓരോ ആളുകളുടെയും ഫീലിങ്സ്, വാല്യൂസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വ്യത്യസ്ത രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ചില ആളുകൾക്ക് ഒഴിവിട്ടുന്ന സമയത്ത് കളിക്കുന്നതായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ നമ്മളുടെ ഇടയിൽ തന്നെ പല ആളുകളും പല രീതിയിലാണ്. നമ്മൾ ഡിഫറൻഷ്യൽ സൈക്കോളജി എന്താന്ന് നമ്മൾ മുമ്പത്തെ BPCC 101 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന പുസ്തകത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്നത് ഓരോ വ്യക്തികൾക്ക് ഇടയിലുള്ള ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, അവയെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു വിഭാഗമാണ് ഡിഫറൻഷ്യൽ സൈക്കോളജി. അതുതന്നെയാണ് ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസിലും വരുന്നത്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ ഓരോ വ്യക്തികളെ കുറിച്ചിട്ട് പഠിക്കുകയാണ്. അവരുടെ പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ്, മോട്ടിവേഷൻ, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെ ഒരു മനുഷ്യനെ യൂണിക് ആക്കുന്ന എന്താണ് എന്ന് ഓരോ മനുഷ്യനെയും ഒബ്സർവ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഒരു മനുഷ്യൻ്റെ ബിഹേവിയർ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത്, ഇങ്ങനെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ പ്രധാന പങ്ക് അത് ഹെറിഡിറ്റിക് ആണോ അതോ നേച്ചറിനാണോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വാപ്പ, അച്ഛൻ അങ്ങനെ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെടുന്നതാണോ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അതോ അവൻ ജീവിക്കുന്ന സിറ്റുവേഷൻ, ആ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് ഉണ്ടാവുന്നതാണോ എന്ന വിഷയത്തിൽ ഒരു ഡിബേറ്റ് തന്നെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കണ്ണ് അമ്മയെ പോലെയാണ്, മൂക്ക് അച്ഛനെ പോലെയാണ്, ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അവൻ്റെ ഹെറിഡിറ്റി വഴിയാണോ ഒരു മനുഷ്യൻ ഡിഫറൻ്റ് ആവുന്നത്, ഫിസിക്കലി ആൻഡ് ബയോളജിക്കലി? അതോ അവൻ ജീവിക്കുന്ന സാഹചര്യമാണോ, അവൻ്റെ ഫാമിലി സിറ്റുവേഷൻസ്, അതുപോലെ ഫ്രണ്ട്സ്, സ്കൂള് തുടങ്ങിയിട്ടുള്ള അവൻ സോഷ്യലി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അവൻ്റെ എൻവയോൺമെൻ്റ് ആണോ അവൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ന വിഷയത്തിൽ ഒരുപാട് ചർച്ചകളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പേഴ്സണാലിറ്റി.
പേഴ്സണാലിറ്റി എന്ന് നമ്മൾ ഒരുപാട് തവണ പല സ്ഥലങ്ങളിൽ നിന്നായി പല വിധേന കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് പേഴ്സണാലിറ്റി? പേഴ്സണാലിറ്റി എന്നത് പേഴ്സോണ എന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തു വന്ന ഒരു പദമാണ്. ഈ പേഴ്സോണ എന്ന വാക്കിൻ്റെ അർത്ഥം മാസ്ക് എന്നാണ്. അപ്പോൾ നമ്മൾ ചില ആളുകളെ കുറിച്ചിട്ട് അവൻ്റെ പേഴ്സണാലിറ്റി ഗ്രേറ്റ്, അതുപോലെ ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയും അവൻ്റെ പേഴ്സണാലിറ്റി വളരെയധികം ചാമിങ് ആണ്, അതുപോലെ ആ രണ്ട് കുട്ടികളുടെ ബിഹേവിയർ തികച്ചും വ്യത്യസ്തമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഏതൊരു മനുഷ്യനും അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ മാത്രമേ പുറത്ത് കാണിക്കുകയുള്ളൂ. അതാണ് ഈ പേഴ്സണാലിറ്റി എന്നത്, മാസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൻ പുറത്ത് കാണിക്കുന്നതാണ് അവൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കുകയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്കിനുള്ളിൽ നമ്മൾ നിൽക്കുന്നത് പോലെയാണ്. അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് അവൻ്റെ ബയോളജിക്കൽ ഫാക്ടേഴ്സും അതുപോലെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ഇടകലർന്നുകൊണ്ട് അവനിൽ രൂപപ്പെടുന്നതാണ്. അതുപോലെ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് സ്റ്റേറ്റ്, അതുപോലെ ട്രൈറ്റ്. ഇത് നമ്മൾ പേഴ്സണാലിറ്റിയിൽ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ബിഹേവിയറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, പക്ഷെ അത് രണ്ടും തമ്മിലും വ്യത്യസ്തമാണ്. ട്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ക്യാരക്ടർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ കുറിച്ച് നമ്മൾ പറയുകയാണ് ഓൻ ഇൻട്രവേർട്ടാണ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രോവേർട്ടാണ്. അതായത് ഈ ട്രൈറ്റ് എന്ന് പറയുന്ന കാര്യം കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയായിരിക്കും. ഇപ്പോൾ നമ്മൾ ചില ആളുകളെ കുറിച്ചിട്ട് അവൻ ചൂടനാണ്, അല്ലെങ്കിൽ അവൻ എപ്പോഴും ഹാപ്പിയാണ്, അല്ലെങ്കിൽ അവൻ എപ്പോഴും ആരോടും മുണ്ടാതെ നടക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ കുറിച്ചിട്ട് ഈ പറയുന്ന, അതായത് അവൻ എപ്പോഴും ഏറെക്കുറെ സമയത്തും അവൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ ട്രൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമോഷൻസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സങ്കടം വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കരയുന്നു, അതുപോലെ ഒരു സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അവൻ സന്തോഷിക്കുന്നു. അത് അവൻ്റെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സൈക്കോളജിയിൽ ബയോളജിക്കൽ ആസ്പെക്റ്റും ഉണ്ട്, അതുപോലെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റുകളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബയോളജിക്കൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ അവൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ്, അതുപോലെ അവൻ്റെ ടെമ്പറമെൻറ്റ് എങ്ങനെയാണ്. ഇനിയിപ്പോൾ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് അതും പേഴ്സണാലിറ്റിയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഘടകമാണ്. ഇപ്പോൾ ഒരാളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, അവൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, അവൻ എത്രത്തോളം സോഷ്യലാണ്, അതുപോലെ അവൻ്റെ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, അവന് സെൻസിറ്റീവ് ആണോ അതോ അങ്ങനെ ബോൾഡാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുൾപ്പെടും. അതുപോലെ അവൻ്റെ ഈ ബിഹേവിയറൽ റെസ്പോൺസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സണാലിറ്റി എന്ന ടേമിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടുള്ള, നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു പേഴ്സണാലിറ്റിയിൽ ഒരുപാട് തിയറികൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് സൈക്കോ ഡൈനാമിക് തിയറിയാണ്. ഫ്രോയിഡിൻ്റെ സൈക്കോ ഡൈനാമിക് തിയറിയാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ബിഹേവിയേഴ്സിനെ എല്ലാം സ്വാധീനിക്കുന്നത് അൺകോൺഷ്യസ് നീഡ്സുകളാണ്. നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള ഒരുപാട് നീഡ്സുകളാണ് നമ്മുടെ ബിഹേവിയറിന്, നമ്മുടെ പെരുമാറ്റത്തിന് കാരണമാകുന്നത് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ അതിനെ അദ്ദേഹം 3 ടേമുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്: ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ഇത്രയും ഭാഗം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ്. ഈ പുറത്ത് കാണുന്ന ഈ ഒരു ചെറിയ ഭാഗം മാത്രമേ കോൺഷ്യസ് മൈൻഡുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഈ സൂപ്പർ ഈഗോൻ്റെ പകുതി മുക്കാൽ ഭാഗവും അതുപോലെ ഈഗോൻ്റെ ചെറിയൊരു ഭാഗവും എല്ലാം ഉള്ളത് അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിലാണ്. ഈ പുറത്തേക്ക് പൊന്തി നിൽക്കുന്ന, ഈ ഐസ്മലയുടെ പുറത്തേക്ക് പൊന്തി നിൽക്കുന്ന ഭാഗം മാത്രമേ കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിലാണെന്ന് പറയാൻ കാരണം ഇത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ അറിയുന്നില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രഷർ പ്രിൻസിപ്പിളാണ്. അഥവാ നമുക്ക് സന്തോഷം, ഹാപ്പിനെസ് തരുന്ന, പ്ലഷർ നൽകുന്ന കാര്യങ്ങളാണ് ഈ ഇഡിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറാലിറ്റിയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു വക്കീലാണ് അല്ലെങ്കിൽ ഒരു ജഡ്ജിയാണ് എന്നൊക്കെ പറയാം.
ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പാർട്ടിയിലേക്ക് പോയി, ഒരു ഫങ്ഷൻ, ആ പാർട്ടിയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഒരുപാട് നല്ല രുചിയുള്ള നല്ല മണമടിക്കുന്ന ഭക്ഷണങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ് നമ്മളോട് പറയും അത് വേഗം പോയി വാരിയെടുക്ക് കഴിക്കുക എന്ന് നമ്മളോട് പറയും. അതാണ് ഇഡിൻ്റെ ആഗ്രഹം. നമുക്ക് പ്ലഷർ നൽകുന്നത് എന്താണോ അതിലേക്കാണ്, അത് ചെയ്യാനാണ് നമ്മെ നിർബന്ധിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഈഗോ നമ്മളോട് പറയും ഇപ്പോൾ ഈ സിറ്റുവേഷൻ അതിനെ പറ്റിയതല്ല, ഇവിടെ കുറച്ച് നിയമങ്ങളുണ്ട്, അതുപോലെ ഈ സോഷ്യലി നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് സൂപ്പർ ഈഗോ അതിനെ തടയിടുന്നത്. അപ്പോൾ ഇഡും സൂപ്പർ ഈഗോ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി അടുത്തത് മറ്റൊരു സംശയം, അപ്പോൾ ഈഗോ എന്ന് പറയുന്നത് എന്താണ്, ഈഗോൻ്റെ റോൾ എന്താണ്? എന്നാൽ ചില സമയത്ത് ഈ ഇഡും സൂപ്പർ ഈഗോവും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകും. അത് ചെയ്യണോ ചെയ്യണ്ടേ എന്ന രീതിയിൽ ഒരു ക്ലാഷ് ഉണ്ടാകുന്ന സമയത്ത് അതിന് അനുയോജ്യമായ തീരുമാനം രണ്ടിനും കേടില്ലാത്ത രൂപത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് ഈഗോയാണ്. ഈ ഈഗോ ഡിഫൻസ് മെക്കാനിസം വെച്ചുകൊണ്ട് അതിനെ നമുക്ക് ഒരു കൃത്യമായ ലെവലിൽ നമ്മളെ കാര്യം ചെയ്യാൻ പ്രാപ്തമാക്കുന്നു. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പോൾ ഡിഫൻസ് മെക്കാനിസം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു ഡിഫൻസ് മെക്കാനിസം വെച്ച് നമുക്ക് ഇഡ്, സൂപ്പർ ഈഗോയെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതിലൊരു കാര്യമാണ് റേഷണലൈസേഷൻ. റേഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം യുക്തിയാനുസൃതമാക്കൽ, നമ്മുടെ യുക്തിക്ക് യോജിച്ചതാക്കുക എന്നതാണ്. ഞാനതൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി തരാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ക്ലാസ്സിലിരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ അടുക്കൽ ഒരുപാട് കോപ്പി ഉണ്ട്. അപ്പോൾ അവൻ്റെ ഇഡ് അവനോട് പറയും, എടാ നീ കോപ്പി അടിക്കുക, എന്നാൽ നിനക്ക് ഉയർന്ന മാർക്ക് നേടാൻ കഴിയും. കാരണം അവൻ്റെ പ്ലഷർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യുക. ഇപ്പോൾ നോക്കി എഴുതുമ്പോൾ നമുക്ക് പഠിക്കണത്ര റിസ്ക് ഇല്ലല്ലോ. അപ്പോൾ അവൻ്റെ പ്ലഷർ പോയിന്റ് പറയുന്നത് അവനക്ക് ആ സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്യാനാണ് അവനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ അവിടുത്തെ സൂപ്പർ ഈഗോ വന്നിട്ട് അവനോട് പറയും, നീ അങ്ങനെ ചെയ്യരുത്, അത് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. കാരണം പരീക്ഷാ ഹാളിൽ ടീച്ചർ അത് കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാക്കും. അപ്പോൾ അവിടുത്തെ ആ ജഡ്ജ് വന്നുകൊണ്ട് നമ്മുടെ ഇടയിൽ ആ ഇഡിൻ്റെ ആഗ്രഹത്തെ തടയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്ലാഷ് ഉണ്ടായി. ഇഡ് പറയുന്നു കോപ്പി അടിക്കണം, അതുപോലെ സൂപ്പർ ഈഗോ പറയുന്നു അത് തെറ്റാണ്, അത് പാടില്ല, അപ്പോൾ അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഇതിനിടയിലേക്കാണ് ആര് കയറി വരുന്നത്? ഈഗോ കയറി വരുന്നത്. ഈഗോ കയറി വന്നിട്ട് അതിനെ ചിന്തിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കി. അഥവാ അപ്പുറത്തുള്ള ഒരു സ്റ്റുഡൻറ്റ് അവൻ കോപ്പി അടിക്കുന്നുണ്ട്, പക്ഷേ അത് ടീച്ചർ കാണാതെ അവൻ കോപ്പി അടിക്കുന്നു. അപ്പോൾ അതിലൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ കോപ്പി അടിച്ചാൽ കുഴപ്പമില്ല. ഇപ്പോൾ സൂപ്പർ ഈഗോയെ അനുസരിക്കുകയാണെങ്കിൽ അവൻ കോപ്പി അടിക്കില്ല, എന്നാൽ ഇഡിനെ അനുസരിക്കുകയാണെങ്കിൽ അവൻ കോപ്പി അടിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ കോൺഫ്ലിക്റ്റ് യുക്തിഭദ്രമായിക്കൊണ്ട് ഈഗോ ഒഴിവാക്കി. ഇതുപോലെ ഒരുപാട് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഡെനിയൽ, അതുപോലെ സബ്ലിമേഷൻ, റിഗ്രഷൻ, റിപ്രഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, പ്രൊജക്ഷൻ, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതൊക്കെ ഓരോ ഡിഫൻസ് മെക്കാനിസമാണ്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി കൊണ്ട് നോക്കാം. അപ്പോൾ ഇതിൽ ഓരോ ഡിഫൻസ് മെക്കാനിസവും എക്സാമ്പിൾ സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാനൊന്നുകൂടി സിമ്പിളാവും. അപ്പോൾ റേഷണലൈസേഷൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴിചാരൽ എന്നാണ് അർത്ഥം. അതായത് സാമൂഹികമായി അംഗീകാരമില്ലാത്ത നമ്മുടെ വികാരങ്ങളെ അത് മറ്റൊരാളുടെ മേൽ ആരോപിക്കുക. അപ്പോൾ ഇതിൽ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി മാത്സ് പരീക്ഷയിൽ ഫെയിലായി. അത് സോഷ്യലി അംഗീകരിക്കപ്പെടാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിന് എൻ്റെ ടീച്ചറുടെ കുഴപ്പം കൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് എന്ന് ബ്ലെയിം ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡെനിയൽ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിത്രത്തിലുള്ളത് കണ്ടാൽ തന്നെ നമുക്ക് നേരെ മനസ്സിലാകും. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മാരക അസുഖമുള്ള ഒരാൾ, അയാൾ ഇപ്പോൾ അസുഖമാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുക. ഇതാണ് ഡാനിയൽ എന്നതിന് ഉദാഹരണം. ഇനി അടുത്തത് ഈ ചിത്രത്തിൽ ഒരാൾ ബോക്സ് ചെയ്യുന്നത്. അടുത്തത് സബ്ലിമേഷൻ. അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കുട്ടി ബോക്സിങ് ചെയ്യുന്നു, അതുപോലെ റീഡിങ്, ഗിറ്റാർ കളിക്കുന്നു.
ഒരാൾക്ക് ശക്തമായ ലൈംഗിക ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അതുപോലെ സമൂഹം അംഗീകരിക്കാത്ത ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ആഗ്രഹത്തെ ഉയർന്ന പ്രവർത്തന മേഖലയിലേക്ക് വഴി തിരിച്ചുവിടുക. ഇപ്പോൾ ഈ ചിത്രത്തിലുള്ളതുപോലെ ബോക്സിങ് അല്ലെങ്കിൽ റീഡിങ് അല്ലെങ്കിൽ ഗിറ്റാർ. അപ്പോൾ ഒരു ഇമോഷൻസിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി വേറൊരു ഹൈ ആക്ടിവിറ്റിയിലേക്ക് മാറുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിയാക്ഷൻ ഫോർമേഷൻ. അത് നമുക്ക് ഇങ്ങനെ പറയാം, അനുഭവപ്പെടുന്നതിൻ്റെ വിപരീതമായിട്ട് പെരുമാറാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരാളെ, ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ നോക്കൂ, അതിൽ മാറ്റിന് ബെന്നിനെ ഇഷ്ടമാണ്, പക്ഷേ ഈ ഹോമോസെക്ഷലിനെ സമൂഹം അംഗീകരിക്കുന്നില്ല. അപ്പോൾ അത് കാരണമായിക്കൊണ്ട് അവൻ പറയാണ്, എനിക്ക് അവനെ ഇഷ്ടമൊന്നുമല്ല, എനിക്കിങ്ങനെ ഹോമോസെക്ഷുവാലിറ്റി ഒന്നും ഇഷ്ടമല്ല, ഇങ്ങനെ പറയുന്നതിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ചിത്രത്തിൽ ഉള്ളത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. എന്താണ്, ഒരു മനുഷ്യന് അദ്ദേഹത്തിന് ഓഫീസിൽ നിന്ന് ഒരുപാട് ചീത്ത പറയുന്നത് കേട്ടു. അപ്പോൾ ആ ഡിപ്രഷൻ വീട്ടിൽ വന്ന് ഭാര്യയോടും മക്കളോടും തീർക്കുക. ഇതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിപ്രഷൻ. ആ റിപ്രഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അടിച്ചമർത്തുക എന്നതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വേദനാജനകമായ കാര്യങ്ങൾ, അതുപോലെ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത മോഹങ്ങൾ എന്നിവ നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിയിടുന്ന പ്രക്രിയ. അതിനെ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ച് വിശദീകരിച്ച് തന്നെ മനസ്സിലാക്കി എന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി അടുത്തത് നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ സെക്ഷൽ സ്റ്റേജസിനെ കുറിച്ചാണ് പറയാനുള്ളത്. അഥവാ ഒരാളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അത് 5 സ്റ്റേജുകളിലായിട്ടാണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റേജ് ഓറൽ സ്റ്റേജ്, രണ്ടാം സ്റ്റേജ് അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റൻ്റ് സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്ന 5 ഘട്ടങ്ങൾ. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ സ്റ്റേജ് ഓറൽ സ്റ്റേജാണ്. ഈ ചിത്രത്തിൽ കാണിച്ചതും നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളതും ചെറിയ വ്യത്യാസമുണ്ട്, എങ്കിലും ഏറെക്കുറെ ആശയങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഒരു കുട്ടി ജനിച്ചത് മുതൽ 1 വയസ്സ് വരെയാണ് അവൻ്റെ ഓറൽ സ്റ്റേജ്. നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് ജനിച്ചത് മുതൽ 18 മാസം വരെ, അഥവാ 1.5 വയസ്സ് വരെയാണ് ഓറൽ സ്റ്റേജ്. അപ്പോൾ ഈ ഓറൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വായ എന്നാണ്. അപ്പോൾ ഈ ഓറൽ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ 1 വയസ്സ് മുതൽ ജനിച്ചത് മുതൽ 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിൻ്റെ ഇറോജനൽ സോൺ എന്ന് പറയുന്നത് മൗത്താണ്, വായയാണ്. ഇറോജനൽ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലൈംഗികമായ പ്ലഷർ ലഭിക്കുന്ന സ്ഥലം വായയാണ്. അപ്പോൾ ആ കുട്ടി ആ സമയത്താണ് ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്നത്. അപ്പോൾ ആ കുട്ടി ആ സമയത്ത് കിട്ടുന്ന എന്ത് വസ്തുവും വായിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ കഴിയും. കാരണം ആ കുട്ടിയുടെ ഇറോജനൽ സോൺ എന്ന് പറയുന്നത് ആ കാലയളവിൽ അവൻ്റെ വായയാണ്. രണ്ടാമത്തേതാണ് അനൽ സ്റ്റേജ്. അപ്പോൾ ഈ പ്രായമെന്ന് പറയുന്നത് ഒരു കുട്ടി 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് ഈ സ്റ്റേജ് ഉള്ളത്. ഈ സ്റ്റേജിൽ അവൻ്റെ ഇറോജനസ് സോൺ എന്ന് പറയുന്നത് എയ്നസ് ആണ്. അപ്പോൾ ഈ സമയത്താണ് ആ കുട്ടി ടോയ്ലറ്റിൽ പോകാൻ പഠിക്കുന്നത്, അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് അവൻ്റെ ഇറോജനസ് സോൺ എന്ന് പറയുന്നത് എയ്നസ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഫാലിക് സ്റ്റേജ്. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ അവരുടെ ജെനിറ്റൽസിന് കൂടുതൽ ആ ഭാഗത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതും അവിടെ തൊട്ട് കളിക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് ഈ സമയത്ത് അവൻ്റെ ഇറോജനൽ സോൺ എന്ന് പറയുന്നത് അവൻ്റെ ജെനിറ്റൽസ് ആണ്. അപ്പോൾ അതിന് തൊട്ട് അവൻ കൂടുതൽ ക്യൂരിയസ് ആവുന്ന ഒരു സമയമാണ് ഇത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 6 സ്റ്റേജ് മുതൽ, ഇനി അടുത്ത സ്റ്റേജ് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ സമയത്തിന് ലാറ്റൻ്റ് സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്ത് അവൻ്റെ ലിബിഡോ അഥവാ സെക്ഷൽ എനർജി ഇനാക്റ്റീവ് ആയിരിക്കും. അവൻ കൂടുതൽ കളി,
മറ്റുള്ള എക്സ്ട്രാ ആക്ടിവിറ്റികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് അടുത്തത് ജെനിറ്റൽ സ്റ്റേജാണ്, അഥവാ 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെ എന്നാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു തന്നിട്ടുള്ള ചിത്രത്തിൽ മരണം വരെ എന്ന് കാണിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു സമയത്ത് ഓപ്പോസിറ്റ് സെക്സിനോട് കൂടുതൽ താല്പര്യം വരികയും അട്രാക്റ്റഡ് ആവുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് അവരോട് കൂടുതൽ അടുക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ചിന്തകളൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ സൈക്കോ സെക്ഷൽ സ്റ്റേജസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ, ബാക്കിയുള്ള തിയറീസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാവുന്നതാണ്. താങ്ക് യു.